وعلى آله وأصحابه أجمعين أما بعد സൂറത്തുൽ ബഖറയിൽ 57-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വദല്ലൽന അലൈക്കുമുൽ ഗമാമ വഅൻസൽന അലൈക്കുമുൽ മന്ന വസ്സൽവ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വമാ ളലമൂന വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. ബനൂ ഇസ്രായേലുകൾക്ക് അല്ലാഹു ചെയ്ത് നൽകിയ നിഅമത്തുകൾ പരാമർശിക്കുന്ന ആയത്തുകളിലാണ് നമ്മളുള്ളത്. ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നതും അവർക്ക് നൽകിയ മറ്റൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വദല്ലൽന. ഈ ആയത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇതുവരെ നമ്മൾ ഇത് എന്നായിരുന്നു, ഇവിടെ അതില്ല, ഇത് എന്നുള്ളതില്ല, പിന്നെ വാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഏതിലേക്കായിരിക്കും ചേർത്തേണ്ടത്? ഇതുവരെ പറഞ്ഞു വന്ന ഏതിലേക്കായിരിക്കും? തൊട്ട് മുൻപുള്ള ആയത്തിൽ ഏതാണുള്ളത്? സുമ്മ ബഅസ്നാകും എന്ന് പറഞ്ഞില്ലേ? സുമ്മ ബഅസ്നാകും എന്ന് പറഞ്ഞു, അതിനോടാണ് ഈ വാവ് ചേർത്തേണ്ടത്. ഇതൊക്കെ നാം ചെയ്തു, അതോടൊപ്പം ഇതും ചെയ്തു. വ എന്നുള്ള ആൻഡിനല്ലേ? അതോടൊപ്പം വദല്ലൽന, ദല്ലല എന്താ? ദില്ല് എന്ന് പറഞ്ഞാൽ തണൽ അല്ലേ? വദല്ലല എന്ന് പറഞ്ഞാൽ ദല്ലല, തണൽ നൽകി. അപ്പോൾ വേറെ ദല്ലല കേട്ടില്ലേ നിങ്ങൾ? ബാദുള്ള, അത് തമ്മിൽ എന്താ വ്യത്യാസം? അത് ദലാലത്ത്. ദല്ല അദല്ല എന്നൊക്കെ പറയില്ലേ? ഇത് വേറെ, ഇത് ദില്ല്, അതായത് നാം തണൽ നൽകി. ദില്ല് എന്ന് പറഞ്ഞാൽ എന്താ? നിഴലിന് പറയും ദില്ല്. വദല്ലൽന, നാം തണൽ നൽകി. വദല്ലൽന അലൈക്കും, നിങ്ങൾക്കുമേൽ. അൽ ഗമാമ, ഗമാം മുന്നേ നോമ്പിൻ്റെ ഹദീസിൽ നമ്മൾ പഠിച്ചത് ഗുമ്മ അലൈക്കും, മേഘം, സഹാബ്, മേഘം. വദല്ലൽന അലൈക്കുമുൽ ഗമാമ, നാം നിങ്ങൾക്കുമേൽ മേഘം കൊണ്ട് തണൽ വിരിക്കുകയും ചെയ്തു. അത് വേറെ അനുഗ്രഹമായിരുന്നു. അവർക്ക് മേഘം കൊണ്ട് അള്ളാഹു തണൽ വിരിച്ചു എന്നത്. വഅൻസൽന അലൈക്കുമുൽ മന്ന വസ്സൽവ. വഅൻസൽന, അതോടൊപ്പം അൻസൽന ഇറക്കി, നാം ഇറക്കി. അലൈക്കും, നിങ്ങൾക്കുമേൽ. അൽ മന്ന വസ്സൽവ, മന്നും സൽവായും. എന്താണെന്ന് ഇൻഷാ അല്ലാഹ് തഫ്സീർ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അൽ മന്ന വസ്സൽവ, നിങ്ങൾക്ക് നാം മന്നും സൽവായും ഇറക്കി തന്നു. അപ്പോൾ തണൽ നൽകി, ഭക്ഷണവും നൽകി. അൽ മൻ വസ്സൽവ. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. കുലൂ, നിങ്ങൾ ഭക്ഷിച്ചോളൂ. കുലൂ മിൻ ത്വയ്യിബാത്ത്, ഏതിൽ നിന്ന്? മിൻ ത്വയ്യിബാത്ത്, ത്വയ്യിബാത്ത് പരിശുദ്ധമായതിൽ നിന്ന്. മാ റസഖ്നാകും, ഈ മാ ഇസ്മു മൗസൂൽ, ഇൻഷാ അല്ലാഹ് നമുക്ക് വരാനുള്ളതാണ്. ഇസ്മു മൗസൂൽ അതിൽപ്പെട്ടാണത്. അത് മാ റസഖ്നാകും, മാ റസഖ്നാകും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉപജീവനമായി നൽകിയതിൽ നിന്ന്. അതാണ് ആ ഇൽ നിന്ന് അറിയില്ല, അതിനാണ് ആ മാ വരുന്നത്. നിങ്ങൾക്ക് ഞാൻ ഉപജീവനമായി നൽകിയതിൽ നിന്ന്, ആ നൽകിയതിലെ തയ്യിബാത്തുകളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചോളൂ. വമാ ളലമൂന, മാ ളലമൂന എന്താർത്ഥം? അതല്ല, തണലവിടെ ഇല്ല. ചെറിയ തെറ്റുണ്ടവിടെ, നിങ്ങൾ മനസ്സിലാക്കിയാൽ. നാം എന്നുള്ളത് ഞാൻ ഉൽമ ചെയ്തിട്ടില്ല എന്നങ്ങനെ പറയുമോ? നമ്മൾ ഇത്രയും മാതി പഠിച്ചിട്ട് അവർക്ക് എന്താ അതിൻ്റെ അർത്ഥം? ഇഷ്ടമായിട്ട് യാതൊരു ബന്ധമില്ല അതിന്. ആര് ചെയ്തിട്ടില്ല? ദലമൂന്ന് പറഞ്ഞാൽ നിങ്ങളെ അറിയാം, അവരോട് തന്നെ. അവർ വമാ ദലമു, അവർ ദുൽമ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞാൽ ഞാൻ, നമ്മോട്. മനസ്സിലായി പറഞ്ഞേ? പഠിച്ചല്ലേ ഇത്രയും കാലം. ദലമു എന്നുള്ളത് അവർ എന്നല്ലേ? മാതി മറ്റേ വമാ ദലംന എന്നല്ലേ പറയാ? വമാ ദലമൂന, അതായത് അവർ നമ്മോട് യാതൊരു അതിക്രമവും, നമ്മോട് അതിക്രമം പ്രവർത്തിച്ചു തന്നെ അള്ളാഹുവിനെ അവർ ഉപദ്രവിച്ചിട്ടില്ല. അള്ളാഹുവിന് എന്തെങ്കിലും പ്രയാസം അവർ ഏൽപ്പിച്ചിട്ടില്ല. അവർ അള്ളാഹുവിനെ ധിക്കരിച്ചതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? ഇല്ല. വമാ ദലമൂന, അവർ നമ്മോട് യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല.
അവർ നമുക്ക് യാതൊരു ഉപദ്രവവും അവരെ ഏൽപ്പിച്ചിട്ടില്ല. വലാക്കിൻ പക്ഷേ കാനൂ അവരായിരുന്നു അംഫുസഹും ശരിക്ക് അത് തിരിച്ചിട്ടിട്ടാണ് കാനൂ യദ്ലിമൂന അംഫുസഹും എന്നാണ്. അങ്ങനെ കാനൂ യദ്ലിമൂന അംഫുസഹും എന്നാണ് ശരിക്കും അതിൻ്റെ തർത്തീബ്. അപ്പോൾ എങ്ങനെ ആയിരിക്കും അർത്ഥം? കാനൂ യദ്ലിമൂൻ, അവർ അതിക്രമം പ്രവർത്തിച്ചിരുന്നു. ആരോട്? അവരോട് തന്നെ. അംഫുസഹും എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തത്തോട്. ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഒരു അർത്ഥ വ്യത്യാസം? അയ്യോ, അല്ലെങ്കിൽ അവർ സ്വന്തത്തോട് മാത്രമാണ് അതിക്രമം പ്രവർത്തിച്ചത്, വേറെ ആർക്കും അവരുടെ അതിക്രമം ഏൽക്കാനില്ല, അവരെ തന്നെയാണ് അതിൻ്റെ ഉപദ്രവം ഏൽക്കാൻ പോകുന്നത്. അത് പക്ഷേ അർത്ഥം നാം അവർക്ക് അലൈക്കും ഗമാം, നാം നിങ്ങൾക്ക് തണൽ വിരിച്ചു മേഘങ്ങൾ കൊണ്ട്. വസൽന അലൈക്കുമുൽ മന്ന വസ്സൽവ, നിങ്ങൾക്ക് മന്നും സൽവായും ഇറക്കി തന്നു. കുലു മിൻ തയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ ഭക്ഷിച്ചോളൂ എന്ന് നാം നിങ്ങളോട് പറഞ്ഞു. വമാ ളലമൂന, അവർ നമ്മോട് യാതൊരു ഉപദ്രവവും നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, അവർ ഉപദ്രവിച്ചിരുന്നത് അവരെ മാത്രമായിരുന്നു, അല്ലെങ്കിൽ അവരോട് തന്നെയായിരുന്നു. പക്ഷേ പറഞ്ഞർത്ഥം തഫ്സീറിൽ എന്താ ഉള്ളത്? വദ്കുറു നിഅമതന അലൈക്കും, വദ്കുറു നിങ്ങൾ ഓർക്കുക, നിഅമതന അലൈക്കും നിങ്ങൾക്കുമേൽ നാം ചെയ്ത അനുഗ്രഹങ്ങൾ. ഹീന കുൻതും തതീഹൂന ഫിൽ അർദ്, ഹീന സന്ദർഭത്തിൽ, കുൻതും നിങ്ങളായിരുന്ന വേളയിൽ, തതീഹൂന ഫിൽ അർദ്, തതീഹൂന ഫിൽ അർദ് അഹ്സൻത, തതീഹൂന അലഞ്ഞു തിരിയുക. ഇത് സംഭവിച്ചത് മുഫസ്സിരീങ്ങളിൽ പലരുടെ അഭിപ്രായ പ്രകാരം ബനു ഇസ്രായേലുകാരെ ബാധിച്ച തിയഹിൻ്റെ കാലമുണ്ടായിരുന്നു. അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടി വന്ന 40 കൊല്ലം. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മാഇദയിൽ 26-ാമത്തെ ആയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇതിവരോട് ബൈത്തുൽ മഖ്ദിസ് നിലനിൽക്കുന്ന ഷാമിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്നാൽ മതി, അവിടെയുള്ള ആളുകൾ പരാജയപ്പെടും, ആ ഭൂമി നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്നാൽ നിങ്ങൾ വിജയിക്കും. പക്ഷേ ഇവർ പറഞ്ഞു, അവിടെ ഇന്ന ഫീഹ ഖൗമൻ ജബ്ബാരീൻ, അവിടെ ശക്തന്മാരായ മല്ലന്മാരായ കുറച്ച് ആളുകളുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരായിട്ട് യുദ്ധം ചെയ്യുകയില്ല. മൂസാ നബിയോട് അവർ പറഞ്ഞു, ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, അതുകൊണ്ട് മൂസ നിനക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നീയും നിൻ്റെ റബ്ബു പോയി യുദ്ധം ചെയ്തോ. ഇന്ന ഹാഹുന ഖാഇദൂൻ, ഞങ്ങളിവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഈ വാക്കിനുള്ള ശിക്ഷ എന്നോണം ഈ ആയത്ത് അവരോട് പറഞ്ഞു, ഖാല ഇന്നഹാ മുഹറമത്തുൻ അലൈക്കും 40 സന തതീഹൂന ഫിൽ അർദ്, ആണ് ഇവിടെ വന്നത്. നിങ്ങൾക്ക് ഈ നാട് 40 വർഷക്കാലം നിഷിദ്ധമായിരിക്കും. തതീഹൂന ഫിൽ അർദ്, ഈ കാലയളവിൽ നിങ്ങൾ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നതാണ്. ഇതാണ് ഈ അലഞ്ഞു തിരിച്ചലിൻ്റെ കാലം, ഈ 40 കൊല്ലം. ചില പണ്ഡിതന്മാർ അതിൻ്റെ ഹിക്മത്ത് പറഞ്ഞത്, വല്ലാഹു അലം, ബനു ഇസ്രായേലുകാർ ഈജിപ്തിൽ ഫിറഔനിൻ്റെയും അവൻ്റെ കൂട്ടരുടെയും അടിമകളായി കഴിഞ്ഞവരായിരുന്നു. അതുകൊണ്ട് തന്നെ ദില്ലത്ത്, അടിമത്തവും ഈ അപമാന ജീവിതവും അവർക്ക് ശീലമായി കഴിഞ്ഞിരുന്നു. അവർക്കത് മതിയായിരുന്നു. ആർക്കെങ്കിലും എതിരെ എഴുന്നേറ്റ് നിൽക്കാനുള്ള മാനസികമായ ശക്തിയോ കഴിവോ ഈ കൗമിനുണ്ടായിരുന്നില്ല. ഈ ജനത അവർ മരിച്ചു വീഴുകയും ഇസ്സത്തുള്ള ഒരു യുവതലമുറ വളർന്നു വരികയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ 40 വർഷക്കാലം അവർക്കിത് നിഷിദ്ധമാക്കപ്പെട്ടത് എന്ന് മുഫസ്സിരീങ്ങളിൽ ചിലർ കാരണം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇസ്രായേലുകാർ ഇത്രയും കാലം അടിച്ചമർത്തപ്പെട്ടവർ, ഈ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് പൊതുവേ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, അവരുടെ ചിന്താഗതി അതിന് അനുയോജ്യമായിരിക്കും. കാലങ്ങളോളം അടിച്ചമർത്തിപ്പെട്ട് അത് ശീലമായിട്ടുണ്ട്. സുബ്ഹാനല്ലാ, മനുഷ്യർ ഇത് അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാലുള്ള പ്രയാസം. മുന്നൊരിക്കൽ ഒരു കുട്ടിയുടെ ഉമ്മ പറഞ്ഞ ഒരു കാര്യം, ഒരു വാർത്ത അതിൽ വായിച്ചതാണ്. ഈ കുട്ടിയെ ചെറിയ പ്രായത്തിൽ ആളുകൾ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ നിർബന്ധിത യാചനക്ക് വേണ്ടി കുട്ടിയെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ കുട്ടീനെ കാണാതെയായി. ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് കുട്ടിയെ തിരിച്ചു കിട്ടിയത്.
അപ്പോൾ ഈ ഉമ്മ അതിൻ്റെ കഥ പറയുമ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് പറയണം, ഞാനിപ്പോഴും ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ ഈ കുട്ടി ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടും, ഇത് ശീലിച്ചു വന്നിട്ട്, യാചന ശീലിച്ചത് കാരണത്താൽ. ഇത് വലിയൊരു കാലഘട്ടത്തോളം അടിമത്തത്തിൽ ജീവിച്ചവരായിരുന്നു ഇവരെ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തോട് പോയി യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ അവിടേക്ക് ശക്തിയിൽ പ്രവേശിക്കാനോ ഉള്ള ഒരു ശേഷി അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ തലമുറ മരിച്ചു തീരുകയും ശക്തിയുള്ള യുവതലമുറ വളർന്നു വരികയും ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു ഇവർക്ക് ഇങ്ങനെ ഒരു കാലഘട്ടം നൽകപ്പെട്ടത് എന്ന് മുഫസ്സിരീങ്ങളിൽ ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടമാണ് ഇവിടെ ഉദ്ദേശം. ഹീന കുൻതും തതീഹൂന ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന കാലം. ഈ അലഞ്ഞു തിരിച്ചൽ പ്രയാസകരമായ ഒരു കാലഘട്ടമായിരുന്നു. ഇവർ രാവിലെ യാത്ര ആരംഭിക്കും, ധാരാളം ഫർസഖുകൾ, ധാരാളം മൈലുകൾ നടക്കും വെയിലത്ത്. അങ്ങനെ യാത്ര ചെയ്ത് രാത്രി ഒരു സ്ഥലത്ത് തമ്പടിക്കും. രാവിലെ എഴുന്നേറ്റാൽ ഇവരെവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ 40 വർഷക്കാലം അലഞ്ഞു തിരിഞ്ഞു എന്നാണ്. 40 വർഷം ഇതേ രൂപത്തിൽ അലഞ്ഞു തിരിഞ്ഞു എന്നാണ്. മൂസാ നബി അലൈഹി വസ്സലാം ഇവരെ കൊണ്ട് വിഷമിച്ച കഠിനമായ വിഷമങ്ങളിൽ ഒന്നിതായിരുന്നു. അവസാനം അദ്ദേഹം ദുആ ചെയ്തു എന്ന് ചില കിതാബിൽ കാണാം, ഫലസ്തീൻ്റെ അരികിലായിട്ട് എന്നെ മരിപ്പിക്കണേ, കാണാവുന്ന ദൂരത്തിലെങ്കിലും. അങ്ങനെ അദ്ദേഹം ദുആ ചെയ്തതായി ചില കിതാബുകൾ കാണാം. അദ്ദേഹം അതിൻ്റെ അടുത്തായിട്ടാണ് മരിച്ചത് എന്ന്, അതായത് പ്രവേശിച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ അടുത്തായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ കാലഘട്ടത്തിൽ 40 വർഷക്കാലമാണ്. ഈ കാലഘട്ടത്തിലാണ് ആദ്യം ഹാറൂൻ അലൈഹി സ്വലാം അദ്ദേഹമാണ് മരിക്കുന്നത്. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാം മരണപ്പെട്ടു. അതൊക്കെ ഈ കാലഘട്ടത്തിലാണ്, ഈ 40 വർഷ കാലഘട്ടത്തിലാണ്. അവരുടെ മരണശേഷമാണ് പിന്നീട് ഒരു ബനു ഇസ്രായേലുകാർ ഇവിടേക്ക് ഷാമിലേക്ക് പ്രവേശിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇവരിങ്ങനെ അലഞ്ഞു തിരിയാണ്. അതായത് രാവിലെ യാത്ര തുടങ്ങും, രാത്രിയായാൽ തമ്പടിക്കും, രാവിലെ എത്തി നോക്കിയാൽ ഇതേ അവസ്ഥയിൽ തന്നെ മരുഭൂമിയിലാണ് ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കഠിനമായ പ്രയാസം അവർക്കുണ്ടായിരുന്നു. ഒരു വിശപ്പുണ്ട്, തണലില്ല, വെള്ളമില്ല, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. അതേക്കുറിച്ചാണ് പിന്നെയുള്ള ആയത്തുകളൊക്കെ പറയുന്നത്. അവർ ധാരാളം പരാതികൾ പറഞ്ഞു ഈ സമയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മൂസാ നബി അലൈഹി സ്വലാം ദുആ നടത്തി ഇവർക്ക് എളുപ്പം നൽകാൻ വേണ്ടി. അങ്ങനെയാണ് ഈ കാര്യമുണ്ടായത്. ഇത് ഒരു നടക്കുന്നത് വെയിലത്താണ്, ഇവർക്ക് മേഘം തണൽ വിരിച്ചു. അതാണ് അള്ളാഹു പറഞ്ഞത്, വദല്ലൽനാ അലൈക്കും അൽ ഗമാം, നാം നിങ്ങൾക്ക് മേഘം കൊണ്ട് തണൽ വിരിച്ചു. ഈ സംഭവം ഇതേപോലെ തന്നെ ഇവരുടെ പഴയ നിയമത്തിലുണ്ട്, മേഘം തണൽ വിരിച്ച സംഭവം അതേപോലെ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ ഭക്ഷണം നൽകപ്പെട്ട സംഭവവും ഒക്കെ പഴയ നിയമത്തിലതുണ്ട്. സുബ്ഹാനല്ലാഹ്, അജീബായ ഒരു കാര്യം, ഇത്രയും കാലം കേട്ട് ഇങ്ങനെയൊക്കെ മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അസുഖം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരുടെ കിതാബിൽ ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ. മതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് അജബായ കാര്യമാണ്. കാരണം അവിടുത്തെ കിതാബ് വായിക്കാത്ത ആളാണ്, ഇതൊക്കെ വായനയില്ല, പുസ്തകം വായിക്കാൻ അറിയാത്ത ആളാണ്. ഈ സംഭവങ്ങൾ ഇത്രയും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടും 1400 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടേ ആയി. അതുകൊണ്ടാണ് ഖുർആനിൽ പറയുന്ന പല ചരിത്ര സംഭവങ്ങൾ ജൂതന്മാരന്ന് നിഷേധിച്ചിരുന്നില്ല. ഇന്ന് ചിലപ്പോൾ ജൂതന്മാർ പറഞ്ഞേക്കല്ല, നസാറാക്കൾ പറഞ്ഞത് നമ്മളെ കിതാബിലില്ലല്ലോ, പക്ഷെ അന്ന് അവർ നിഷേധിച്ചിട്ടില്ല എന്നത് എന്തിനു തെളിവാണ്? അവർക്ക് അറിയാമായിരുന്നു ഈ സംഭവമൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ തിരിച്ചു വയ്ക്കുമായിരുന്നു. എങ്ങനെ ആവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തണൽ വിരിച്ചു. അതാണ് പറഞ്ഞത്, ഇദ് ജഅൽന സഹാബ മുദല്ലിലൻ അലൈക്കും മിൻ ഹർരി ശംസ്. ഞാൻ ഓരോ വാക്കർത്ഥം പറയാം, ബാക്കിൽ നിന്ന് അർത്ഥം പറയാം. സൂര്യൻ്റെ വെയിലിൽ നിന്ന് തണൽ നൽകുന്നതിനായി മേഘത്തെ നാം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നു. ഹർ, വെയിൽ, ചൂട്, അല്ലേ? ബാക്കിയൊക്കെ നിങ്ങൾക്ക് അർത്ഥം അറിയുന്നല്ലേ? മുദല്ലിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇസ്മുഫായിലാണ്. ഏതിൻ്റെ? ദല്ലലൻ്റെ. പഠിച്ചല്ലേ? ഫഅല മീസാനൊക്കെ മറന്നു വയ്ക്കുന്നു അല്ലേ? ദല്ലല മുദല്ലിലല്ലേ? ദല്ലല തണൽ നൽകി, മുദല്ലിൽ ഇസ്മുഫായിൽ. മേഘത്തെ കൊണ്ട് നാം നിങ്ങൾക്ക് സൂര്യൻ്റെ ചൂടിൽ നിന്ന് തണൽ നൽകി. പിന്നെ ഒരു മരുഭൂമിയിലാണ് ഈ നടക്കുന്നത്, മിസ്റിനും ഷാമിനിടയിലുള്ള പ്രദേശം. അപ്പോൾ ഇവിടെയാണ് ഇവർ നടന്നിരുന്നത്, മിസ്റിലും ഷാമിൻ്റെ അതിരിലേക്ക്. അപ്പോൾ അവിടെയാണ് അവർ നടന്നിരുന്നത്. മിസ്റിൽ നിന്നാണ് ഇവർ പുറപ്പെട്ടത്, ഷാമിലേക്ക് അവർ എത്തിയിട്ടില്ല. നോക്കിയാൽ മനസ്സിലാവും മിസ്റും ഷാമും തമ്മിലുള്ള അടുപ്പം.
വഅൻസൽന അലൈക്കുമുൽ മന്ന, നാം നിങ്ങൾക്കുമേൽ ഭക്ഷണമായി മന്ന് ഇറക്കി നൽകുകയും ചെയ്തു. എന്താണ് മന്ന് എന്ന് പറഞ്ഞാൽ? പല തഫ്സീർ മുഫസ്സിരിങ്ങൾക്കുണ്ട്. ചില ആളുകൾ പറഞ്ഞു മന്ന് എന്ന് പറഞ്ഞാൽ തേനായിരുന്നു, തേൻ ഇറക്കി തന്നു. ചിലർ പറഞ്ഞു ഇതിന് അറബിയിൽ പറയാറുള്ള വാക്ക് തെറഞ്ചബീൻ എന്നാണ്. ഈ എന്താ ഇംഗ്ലീഷിൽ അതിന് ഹണി ഡ്യൂ എന്ന് പറയും. അതായത് വെറും തേനല്ല, ഈ കടലിൽ നിന്ന് എടുക്കുന്നതല്ല. ഇതിൽ ചെടികളുടെ മേലൊക്കെ വരുന്ന ഹണി ഡ്യൂ എന്ന് പറഞ്ഞാൽ അതിന് പറയും തേൻതുള്ളി. മധുരമുള്ള ഒരു കാര്യം അവർ രാവിലെ ആയാൽ ഫജ്ർ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്തിനിടയിൽ ഇത് താഴത്തേക്ക് പതിക്കുമായിരുന്നു. ഞാൻ അവർക്കതെടുക്കുക, ഭക്ഷണം കഴിക്കുക. ഇതാണ് ചിലർ പറഞ്ഞത്. മറ്റൊരു അഭിപ്രായമുള്ളത് വെള്ളത്തിൽ കലക്കിക്കൊണ്ട് കുടിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. അത് ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. ഇത് ഈ സമയത്ത്, ഇത് ഫജ്ർ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം ഇത് ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. ഇത് ഇവർക്ക് വെള്ളത്തിൽ കലക്കി കുടിക്കും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് ഇത് പല തരത്തിൽ കഴിക്കാമായിരുന്നു. വേണമെങ്കിൽ ഇത് ഒറ്റയ്ക്ക് കഴിക്കാം, അങ്ങനെയാണെങ്കിൽ അതൊരു ഭക്ഷണമാണ്. അതല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി കുടിക്കാം, അപ്പോൾ അത് പാനീയമാണ്. അതല്ലെങ്കിൽ ഖുബ്സ് അതിൽ മുക്കിയിട്ട് തിന്നാം, അങ്ങനെയാണെങ്കിൽ അത് ഒരു കറി പോലെ ഉപയോഗപ്പെടുത്താം. അതായത് പല രൂപത്തിൽ ഉപയോഗിക്കാവുന്ന ഭക്ഷണമായിരുന്നു മന്ന് എന്നത്. ഒരു ബുദ്ധിമുട്ടില്ല, രാവിലെ എണീച്ചാൽ നേരെ എടുത്താൽ മതി. അങ്ങനെ ഉപയോഗിക്കാൻ എളുപ്പത്തിൽ ലഭിച്ചിരുന്ന കാര്യമായിരുന്നു മന്ന് എന്നത്. ഇത് മരത്തിന് മേലെയാണ് വന്ന് വീണിരുന്നത്. ചില മുഫസ്സിറുകൾ പറഞ്ഞു, ഈ പല അഭിപ്രായങ്ങളുണ്ടല്ലോ, തേനാണ് അങ്ങനെയാണെങ്കിൽ. ചിലർ പറഞ്ഞു വല്ലാഹു അലം, അവർ പറഞ്ഞു എളുപ്പത്തിൽ ലഭിക്കുന്ന, ഒരു പണിയും എടുക്കാതെ, ഒരു കൃഷി ചെയ്യേണ്ട ആവശ്യമില്ലാതെ, പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ ലഭിക്കുന്ന എന്ത് ഭക്ഷണവും മന്നിൽപ്പെട്ടതാണ്. എളുപ്പത്തിൽ ലഭിക്കുന്ന, ഒരു പണിയെടുക്കാതെ എളുപ്പത്തിൽ വളരുന്ന, എളുപ്പത്തിൽ ലഭിക്കാവുന്ന എല്ലാ ഭക്ഷണവും മന്ന് എന്നതിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ ആ പദം തന്നെ നോക്കൂ നിങ്ങൾ. എന്താ മന്ന എന്ന് പറഞ്ഞാൽ? മിന്നത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഔദാര്യം, അള്ളാഹുവിൻ്റെ ഔദാര്യം. അള്ളാഹു ഔദാര്യമായി നൽകുന്നതിനെ മന്ന എന്ന് അറബിയിൽ പറയും. അവർ പറഞ്ഞു മന്ന് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ലഭിക്കുന്ന എല്ലാ ഭക്ഷണവും, ഒരു പണിയെടുക്കാതെ പെട്ടെന്ന് എടുത്ത് തിന്നാവുന്ന എല്ലാ ഭക്ഷണവും മന്നിൽപ്പെട്ടതാണ്. അത് മന്ന് ഒരു പ്രത്യേക ഭക്ഷണമല്ല, മറിച്ച് ഈ രൂപത്തിൽ അവർക്ക് ലഭിച്ചിരുന്ന എല്ലാ ഭക്ഷണവും മന്നായിരുന്നു. അത് ഈ സമയത്ത് അവർ പറഞ്ഞു ആകാശത്തുനിന്ന് വന്നിറങ്ങിയിരുന്നു. അവരതിന്ന് അവർക്ക് ഭക്ഷണമായി ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. അതിനെ ബലപ്പെടുത്തുന്ന തെളിവ് ഹദീസിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു അൽ കംഅതു മിനൽ മന്നി വമാഉഹാ ശിഫാഉൻ ലിൽ ഐനി. അൽ കംഅതു, കംഅത്ത് എന്ന് പറഞ്ഞാൽ കൂണാണ്. അൽ കംഅതു മിനൽ മൻ, കൂൺ മനസ്സിലായില്ലേ? കൂണ് മണ്ണിൽപ്പെട്ടതാണ്. വമാഉഹാ ശിഫാഉൻ ലിൽ ഐൻ, അതിൻ്റെ വെള്ളം കണ്ണിന് രോഗശമനവും ആണ്. കൂണ് നിങ്ങൾക്ക് അറിയാം, ചെറുപ്പത്തിലൊക്കെ ധാരാളം കാണാറുണ്ടായിരുന്നു. കൂണ് വെറുതെ വളരും, പ്രത്യേകിച്ച് കൃഷി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ കൂണും തിന്നാൻ പറ്റിയതല്ല. ഇബ്നു ഹജർ എന്നിട്ട് ഷർഹിൽ പ്രത്യേകം വിശദീകരിച്ചാണ് കൂണിൽ ചിലത് തിന്നാൻ പറ്റാത്തതുണ്ട്. പക്ഷെ തിന്നാൻ പറ്റുന്ന കൂണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് പണ്ട് ചെറുപ്പത്തിലൊക്കെ ധാരാളം കാണാറുണ്ട്. ഇത് വെറുതെ വളരും, അതിന് പ്രത്യേകിച്ച് കൃഷി ചെയ്യാനോ ബുദ്ധിമുട്ടാനോ ഒന്നുമില്ല. ഇങ്ങനെ കിട്ടുന്ന ഭക്ഷണമെല്ലാം മണ്ണിൽപ്പെട്ടതാണ്. അപ്പോൾ അതാണ് ഇവിടെ മന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മുഫസ്സിരീങ്ങളിൽ പലരും പറഞ്ഞതായി കാണാം. وأنزلنا عليكم المن وهو شيء يشبه الصمغ طعمه كالعسل. وهو شيء يشبه, എന്താ അതിൻ്റെ അർത്ഥം? ഇത് ഒരു വസ്തുവാണ്. യുഷ്ബിഹു സദൃശ്യപ്പെടുന്നു. അസ്സമഗ്, സമഗ് ഗം, പശ. തഅമുഹു കൽ അസൽ, അതിൻ്റെ രുചി തേന് പോലെയാണ്. തേനിൻ്റെ രുചിയോട് സമാനതയുള്ള പശിമയുള്ള ഒരു ഭക്ഷണമായിരുന്നു എന്ത് മന്ന് എന്നത്. ഇതല്ലാതെ തഫ്സീറിൽ പല ഖൗലുകളുണ്ട്. വഅൻസൽനാ അലൈക്കുമുസ് സൽവ വഹുവ തൈറുൻ യുഷ്ബിഹു സുമാന. വഅൻസൽനാ, അതോടൊപ്പം നാം നിങ്ങൾക്ക് ഇറക്കി തന്നു അലൈക്കുമുസ് സൽവ. സൽവ എന്നതൊരു പക്ഷിയാണ്. യുഷ്ബിഹു സുമാന, സുമാന എന്ന് പറഞ്ഞാൽ കാടപ്പക്ഷി. കാടയില്ലേ, കാടയോട് സാദൃശ്യമാണ്. ചെറിയ കിളിയായിരുന്നു അത്. പിടിക്കാൻ എളുപ്പമുള്ള
തിന്നാൻ രുചികരമായ കാട അല്ലെങ്കിൽ രുചിയുള്ളതാണ്. അപ്പോൾ അത് രുചിയുള്ള ഭക്ഷണമായിരുന്നു എന്നാണ്. അപ്പോൾ അവർക്ക് ആദ്യം മഞ്ഞ് ലഭിച്ചു. ഇവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മധുരം മടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇറച്ചി പോലത്തെ എന്തെങ്കിലും കിട്ടണം. അപ്പോൾ അവർക്ക് ഈ സൽവ ഇറക്കി കൊടുത്തു എന്നാണ്. ഈ കിളി അവർക്ക് പിന്നെ കാറ്റിൽ വന്നിട്ട് വീഴുമായിരുന്നു എന്നാണ് രാവിലെ ഒക്കെ. ഇപ്പോഴും ഇവരുടെ കിതാബിൽ ഇതുണ്ട്, തഫ്സീറിൽ കിതാബുകൾ കാണാം. ഇവരുടെ പുസ്തകത്തിലും അതുണ്ട്. അതേപോലത്തെ കാറ്റിലാണ് വന്ന് വീഴാറുണ്ടായിരുന്നു. തഫ്സീറിലുള്ളതാണ്, ഇത് ഹദീസിൽ വന്നിട്ടില്ല നേർക്കേറെ. പക്ഷെ അവർക്ക് ഈ കിളികളെ ലഭിക്കുമായിരുന്നു, എന്നിട്ടത് എടുത്ത് ഭക്ഷിക്കാമായിരുന്നു. ഖതാദ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് ഇതേപോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ തഫ്സീർ ചിലപ്പോൾ കണ്ടാൽ തോന്നുന്ന അദ്ദേഹം ഇവരുടെ പുസ്തകം നോക്കിയതാണെന്ന് സംശയം തോന്നിപ്പോവും. ഇമാം ഖതാദ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞേക്കാണ് ഇവർക്ക് ഈ മഞ്ഞ് രാവിലെ മുതൽ സൂര്യോദയം വരെ വന്നിറങ്ങുമായിരുന്നു. സൽവ എന്നത് ഈ കിളി അത് കാറ്റത്ത് വന്ന് വീഴുമായിരുന്നു. എല്ലാ ദിവസവും ഈ ഭക്ഷണം ഇവർക്ക് ശേഖരിക്കാൻ അവസരമുണ്ടായിരുന്നു, വെള്ളിയാഴ്ച ഒഴികെ. എല്ലാ ദിവസവും ഒരു ദിവസത്തേക്കുള്ളത് മാത്രമേ ശേഖരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ, വെള്ളിയാഴ്ച ഒഴികെ. വെള്ളിയാഴ്ച എന്തുകൊണ്ടായിരിക്കും? അവർക്ക് യൗമുസ്സബ്തിൽ പണിയെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അവർ ശേഖരിക്കുമ്പോൾ 2 ദിവസത്തേക്കുള്ളത് ശേഖരിക്കണം, അടുത്ത ദിവസം ശേഖരിക്കാൻ പാടില്ല. ഇതൊക്കെ അതേപോലെ തന്നെ ഇതിലുണ്ട്, പഴയ പുസ്തകത്തിലുണ്ട്. ഇവരുടെ ഈ പഴയ നിയമത്തിൽ ഇതേ കാര്യം അതേപോലെ ഉണ്ട്, പിന്നെ ഇവരുടെ പുസ്തകങ്ങൾ കാണാം. പക്ഷേ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഖതാദയുടെ വാക്കാണ് റഹിമഹുള്ള. നേർക്ക് നേരെ ഹദീസായി അത് വന്നിട്ടില്ല. ഇത്തരം ഇസ്രായേലിയാത്തുകൾ തഫ്സീർ പറയുമെന്നല്ലാതെ ഇതൊന്നും ഹദീസിൽ വന്നതുപോലെ വിശ്വസിക്കേണ്ട കാര്യങ്ങളല്ല. وأنزلنا عليكم السلوى وهو طير يشبه السمان وقلنا لكم നാം നിങ്ങളോട് പറഞ്ഞു കുലു മിൻ തയ്യിബാതി മാ റസഖ്നാകും, കുലു ഭക്ഷിക്കുക, മിൻ തയ്യിബാതി മാ റസഖ്നാകും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് പരിശുദ്ധമായത് നിങ്ങൾ ഭക്ഷിയത്. ഖുർആനിൽ ബനൂ ഇസ്രായീലരോട് പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കുലു മിൻ തയ്യിബാതി മാ റസഖ്നാകും. എന്താണ് തയ്യിബായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ തയ്യിബാത്തുകൾ? 2 കാര്യങ്ങളാണ്. ഒന്ന് ഹലാലായ ഭക്ഷണം, 2 ആസ്വാദികരമായ ഭക്ഷണം. ഇത് രണ്ടിനും കൂടിയിട്ടാണ് തയ്യിബത്ത് എന്ന് പറയുന്നത്. ഒന്ന് ഹലാലായ ഭക്ഷണം, 2 ആസ്വാദികരമായ ഭക്ഷണം. ഇത് രണ്ടും അവർക്കുണ്ടായിരുന്നു. ഈ മന്നും സൽവായും ഒന്ന് ഹലാലാണ്, 2 രുചികരമാണ്, കഴിക്കാൻ രുചിയുള്ള ഭക്ഷണമാണ്. ഇത് രണ്ടും ഒരുമിച്ച് കഴിഞ്ഞാൽ അത് തയ്യിബായ ഭക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് അതുകൊണ്ട് ആസ്വാദനവുമുണ്ട്, ഹലാലുമാണ്. ഹറാമായി കഴിഞ്ഞാൽ ഭക്ഷണം എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും കാര്യമില്ല, അത് തയ്യിബത്തല്ല. എന്നതിൽ ഹറാമിൻ്റെ നജിസുണ്ട്. ചില ഭക്ഷണങ്ങൾ ഹലാലായിരിക്കും, പക്ഷേ കഴിക്കുമ്പോൾ അത് അത്ര വലിയ ആസ്വാദികരമായിക്കൊള്ളണമെന്നില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ ഇത് തയ്യിബാകും എന്ന് ഷൻഖീത്തി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞേക്കാണ്. വേറെ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞില്ല, ഹലാലായാൽ മതി, ഹലാലെല്ലാം തയ്യിബാണ്. ഭക്ഷണം ഹലാലാണോ അത് തയ്യിബാണ്. ശരിയായത്തിൽ എന്താ പറയുക? കുലു മിൻ തയ്യിബാതി മാ റസഖ്നാകും. കുലു എന്ന് പറയുമ്പോൾ അത് ഏതാ ഫിഅല്? അമ്രു വന്നാൽ എന്താ? നമ്മൾ ഉസൂൽ പഠിക്കൽ കൽപ്പന വന്നാൽ അത് വാജിബിനായിരിക്കും. അപ്പോൾ ഒരു തിന്നൽ വാജിബാണോ? തയ്യിബാത്ത് കഴിക്കാന്നേ അതിന് അർത്ഥമുള്ളൂ. അനുവാദമുണ്ട് തന്നെ അവിടെ അർത്ഥമുള്ളൂ. ഇത് അനുഗ്രഹം എടുത്തു പറയുന്നതിന് വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ തിന്നൽ നിർബന്ധമാണ് എന്ന അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന അൽ അസ്ലു ഫിൽ അവാമിരി അൽ വുജൂബ്. കൽപ്പനകളിലെ പൊതു നിയമം അത് വാജിബിനാണ്, പക്ഷെ എല്ലായിടത്തും വാജിബായിക്കൊള്ളണമെന്നില്ല, ചിലയിടത്ത് അത് വാജിബായിക്കൊള്ളണമെന്നില്ല. കുലു മിൻ തയ്യിബാതി മാ റസഖ്നാകും വമാ ളലമൂന. വമാ ളലമൂന അവർ നമ്മോട് അതിക്രമം എന്ന് പറഞ്ഞാൽ അവർ എന്തോ ഒരു അതിക്രമം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ വമാ ളലമൂന എന്ന് പറഞ്ഞത്. ഇതെന്താണ്, അതെന്താണ് എന്നതിൽ മുഫസ്സിരീങ്ങൾക്ക് പല അഭിപ്രായമുണ്ട്. ചിലർ പറഞ്ഞു ഇവർ ചെയ്ത മൊത്തത്തിലുള്ള ധിക്കാരങ്ങളാണ്, അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചു എന്നതാണ് മൊത്തത്തിൽ. വേറെ ചിലർ പറഞ്ഞു അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഓരോ ദിവസത്തേക്കുമുള്ള ഭക്ഷണം ശേഖരിക്കണം എന്നത്. ഇവർ ഓരോ ദിവസത്തേക്കുമുള്ളത് ശേഖരിക്കുന്നതിന് പകരം ഇവരെന്ത് ചെയ്തു? കൂടുതൽ ശേഖരിച്ചു വെച്ചു. ഒരാൾക്ക് വേണ്ടത് ശേഖരിക്കേണ്ടതിന് പകരം അതിൽ കൂടുതൽ ശേഖരിച്ചു വെച്ചു.
അതിൽ കൂടുതൽ ശേഖരിച്ചപ്പോൾ അവർക്കൊരു ശിക്ഷയും ഇറങ്ങി. അത് ഹദീസിലുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൈബിളിലുണ്ട് ഈ കഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലൗല ബനു ഇസ്രായീലുകാരുണ്ടായിരുന്നില്ലെങ്കിൽ ലൗല ബനു ഇസ്രായീൽ ലം യഖ്ബുസി ത്വആം. ബനു ഇസ്രായേലുകാരുണ്ടായിരുന്നില്ലെങ്കിൽ ലം യഖ്ബുസി ത്വആം, ഭക്ഷണം ചീത്തയാകുമായിരുന്നില്ല. വലം യഖ്നസിൽ ലഹം, മാംസം യഖ്നസ് എന്ന് പറഞ്ഞാൽ ചീഞ്ഞു പോകില്ലായിരുന്നു. ഇത് ബനു ഇസ്രായേലുകാർ അവരുടെ ഈ തെറ്റ് കാരണമാണ് മാംസം ചീഞ്ഞു തുടങ്ങിയത്, അതുപോലെ തന്നെ ഭക്ഷണം കേടുവന്ന് തുടങ്ങിയത്. അവരോട് എടുത്തു വെക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അവരെടുത്തു വെച്ചു. എടുത്തു വെച്ചതിന് ശേഷമാണ് ഇത് സംഭവിച്ചു തുടങ്ങിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നേർക്കേറെ ഇത് വന്നിട്ടില്ല. അവിടുന്ന് പറഞ്ഞത് ബനു ഇസ്രായേലുകാരില്ലായിരുന്നെങ്കിൽ ഭക്ഷണം ചീത്തയാവില്ലായിരുന്നു, മാംസം ചീഞ്ഞു പോവുകയും ചെയ്യില്ലായിരുന്നു. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, അബൂ ഹുറൈറയുടെ ഹദീസാണ്, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അതായത് ബനു ഇസ്രായേലുകാരില്ലായിരുന്നെങ്കിൽ ഭക്ഷണം കേടുവരില്ലായിരുന്നു, മാംസം ചീഞ്ഞു പോവുകയും ഇല്ലായിരുന്നു. അപ്പോൾ അല്ലാഹു അലം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ചിലർ അത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇവിടെ അവർ ചെയ്ത അതിക്രമം ഒമാ വലമൂന എന്ന് പറഞ്ഞല്ലോ, നമ്മോട് അവർ ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം അവർ ഈ ചെയ്തതാണ്. അവരോട് മന്നും സൽവായും അള്ളാഹു നൽകിയപ്പോൾ കൊടുത്ത കൽപ്പന എന്തായിരുന്നു? നിങ്ങൾ അന്നേക്കുള്ള ഭക്ഷണം എടുത്തു വെക്കുക, അടുത്ത ദിവസത്തേക്ക് കരുതി വെക്കരുത്. അത് കരുതി വെച്ചപ്പോൾ മുതലാണ് അവർക്കുള്ള ശിക്ഷയായിക്കൊണ്ട് ഭക്ഷണം കേടുവരാൻ തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ നിയമത്തിൽ അതുണ്ട്. അവർ എടുത്തു വെച്ചപ്പോഴാണ് ഭക്ഷണം കേടുവരാൻ തുടങ്ങിയത്, പുഴുക്കൾ വന്നു എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും വായിച്ചിട്ടില്ലായിരുന്നു. ഈ പറഞ്ഞതൊന്നും അവിടുന്ന് വായിച്ചിട്ടില്ല. അവിടത്തേക്ക് പഴയ നിയമമോ അല്ലെങ്കിൽ ബനു ഇസ്രായേലുകാരുടെ കിതാബ് അവിടുന്ന് വായിക്കാറുണ്ടായിരുന്നില്ല. അവിടുന്ന് ഒരിക്കൽ പോലും വായിച്ചില്ല. അവിടത്തേക്ക് അറബിനെ വായിക്കാൻ അറിയില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ അറബികൾക്ക് പൊതുവെ വേദക്കാരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിച്ചപ്പോൾ വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അടുത്തേക്കാണ് പോയത്. പൊതു അറബികൾക്ക് ഇങ്ങനൊരു സംഭവം അറിയില്ല. മൂസാ നബിയുടെ ചരിത്രം, ഈസാ നബിയുടെ ചരിത്രം, ഇതൊന്നും പൊതുവെ അറബികൾക്ക് അറിയുന്ന കാര്യമായിരുന്നില്ല. അന്ന് അത് അറിയാമായിരുന്ന ഒരാളുണ്ടായിരുന്നു, വറഖത്ത് ഇബ്നു നൗഫലാണ്. ആ ഹദീസ് നമുക്ക് ഓർമ്മയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചപ്പോൾ ആദ്യമായിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാതായപ്പോൾ ഖദീജ ബീവി എന്താ ചെയ്തത്? വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിന് പഴയ കിതാബുകൾ പരിചയമുണ്ടായിരുന്നു, പക്ഷെ അറബികൾക്ക് പൊതുവേ ഇതൊന്നും അറിയില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഇത് വിവരിച്ചു എന്നത് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും യഹൂദർക്ക് ഇത് വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിവരിക്കുന്നു എന്നുള്ളത്, അവർ മറച്ചുവെച്ച കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പറയുന്നു എന്നത് അവർക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. അവർക്ക് മനസ്സിലായിരുന്നു ഇതൊരിക്കലും എന്തല്ല ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. കിതാബ് വായനയില്ലാത്ത ആൾ, വായിക്കാൻ അറിയാത്ത ഒരാൾ, അതിൽ ഇവരുടെ ചരിത്രത്തിലെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദമായി പറയുക എന്നത് അവിടുന്ന് അള്ളാഹുവിൻ്റെ നബിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളിൽപ്പെട്ടതായിരുന്നു. വലാകിൻ കാനു വമാ ളലമൂന ബികുഫ്റാനിൻ നിഅം, അവർ നമ്മോട് അതിക്രമം ചെയ്തില്ല. അവിടെ തന്നെ അല്ലേ വായിച്ചത്? വലാ തുഖാലിഫു ദീനക്കും, അല്ലേ, നിങ്ങൾ നിങ്ങളുടെ ദീനിന് എതിരാവരുത്. ഫലം തംതസിലു, അപ്പോൾ നിങ്ങൾ അത് അനുസരിച്ചില്ല. വമാ ളലമൂന ബികുഫ്റാനിൻ നിഅം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവിടെ നന്ദികേട് കാണിച്ചുകൊണ്ട് അവർ നമ്മോട് യാതൊരു അതിക്രമം ചെയ്തിട്ടില്ല. എന്നാൽ അള്ളാഹുവിന് യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അതായത് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ, ഇനി സർവ്വ മനുഷ്യരും അള്ളാഹുവിനെ ധിക്കരിച്ചാലും അവന് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. ഹദീസിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച ഹദീസിൽ വന്നതുപോലെ അവിടുന്ന് പറഞ്ഞു, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനു അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅൻ. ജിന്നുകളിലെയും മനുഷ്യരിലെയും ആദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ അവരെല്ലാം ഏറ്റവും വൃത്തികെട്ട ഹൃദയത്തിൻ്റെ ഉടമകളായിരുന്നെങ്കിൽ പോലും മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅൻ, എൻ്റെ അധികാരത്തിൽ അത് യാതൊരു കുറവും വരുത്തുന്നതല്ല. ആളുകൾ അനുസരിക്കുന്നതോ ധിക്കരിക്കുന്നതോ
അള്ളാഹുവിൻ്റെ പ്രതാപത്തിലോ അധികാരത്തിലോ യാതൊരു കുറവും വരുത്തുകയില്ല. അള്ളാഹുവിനെ ഉപദ്രവിക്കാനോ അവന് എന്തെങ്കിലും കുറവേൽപ്പിക്കാനോ അവനെ എന്തെങ്കിലും പ്രയാസപ്പെടുത്താനോ സൃഷ്ടികളെല്ലാവരും ഒരുമിച്ച് ചേർന്നാലും സാധിക്കുകയില്ല. എല്ലാ മലക്കുകളും എല്ലാ ജിന്നുകളും എല്ലാ മനുഷ്യരും സർവരും ധിക്കാരികളായി തീർന്നാലും അള്ളാഹുവിന് ആരുടെയും ആവശ്യമില്ല, ഒരാളുടെ യാതൊരു ആവശ്യമില്ല. അള്ളാഹുവിന് പുറമേയുള്ള ഒരു വസ്തുവിൻ്റെയും ആവശ്യം റബ്ബിനില്ല. എന്നാൽ എല്ലാ വസ്തുക്കളും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. ഏതു വസ്തുവാണ് ഏറ്റവും മഹത്തരമായ സൃഷ്ടിപ്പ് ഏതാണ്? ഏറ്റവും എന്താ പറയുക വലിയ സൃഷ്ടിപ്പ് എന്ന് പറയാവുന്നത് അർഷാണ്, അള്ളാഹുവിൻ്റെ അർഷാണ്. അർഷ് അള്ളാഹുവിന് ആവശ്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് പലപ്പോഴും പറയാറുള്ളത് മനുഷ്യൻ കസേരം ഇരിക്കുന്ന പോലെയല്ല അള്ളാഹു അർഷിനുമേൽ ആരോഹിതനായിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കസേര അവന് ആവശ്യമുള്ളതാണ്. ഇതാണ് അവനെ താങ്ങി നിർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ചിടത്തോളം അർഷിനെ താങ്ങി നിർത്തുന്ന അവനാണ്. അർഷിൻ്റെ ആവശ്യം അവനില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഇതിൽ ഏതൊരു സൃഷ്ടിയുടെയും ഒരു കാര്യവും അള്ളാഹുവിന് ആവശ്യമുള്ളതല്ല. അവൻ പരിപൂർണ ധന്യനാണ്, ഖനിയാണ്. ഒരാളുടെയും ആവശ്യമില്ല, ഒരാളുടെയും ഇബാദത്ത് അവന് ആവശ്യമില്ല, ഒരാളും അവനെ അനുസരിക്കണമെന്ന് അവന് ആവശ്യമില്ല. ഇത് സഹോദരങ്ങളെ, നമ്മൾ എന്താ പറയുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതിന് വളരെ ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ ആവശ്യം റബ്ബിനില്ല, നമുക്കാണ് അള്ളാഹുവിന് ആവശ്യമുള്ളത്. അള്ളാഹുവിന് നമ്മെ യാതൊരു ആവശ്യവും റബ്ബിനില്ല. പക്ഷേ അള്ളാഹു അവൻ്റെ തഫദ്ദുൽ കൊണ്ടാണ്, അവൻ്റെ റഹ്മത്ത് കൊണ്ടാണ്, അവൻ്റെ ഔദാര്യം കൊണ്ടാണ് അവന് എന്ത് ചെയ്തത്, ഇത്രയും ചെറിയ അമലുകൾ ചെയ്താൽ ഇത്രയും വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഫമൻ ഷാ ഫൽയുമിൻ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ മുഅ്മിനാകട്ടെ, വമൻ ഷാ ഫൽയക്ഫുർ, ഉദ്ദേശിക്കുന്നെങ്കിൽ അവൻ കാഫിറാകട്ടെ. ഇന്നാ അഅതദ്നാ ലിസ്സാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ, അതിക്രമികൾക്ക് നാം നരകമൊരുക്കി വെച്ചിട്ടുണ്ട്. ആരെ അനുസരിക്കുന്നു അനുസരിക്കാതിരിക്കുന്നു, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് യാതൊരു ആവശ്യവുമില്ല. അത് ശരിക്കും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. റബ്ബിന് ഒരു സൃഷ്ടിയുടെയും ആവശ്യമില്ല എന്നുള്ളത്. അവൻ്റെ പ്രതാപത്തിനോ അവൻ്റെ മഹത്വത്തിനോ അവൻ്റെ അധികാരത്തിനോ അവൻ്റെ സൃഷ്ടിപ്പിലെ വിശാലതക്കോ ഒന്നിനും മനുഷ്യന് യാതൊരു ആവശ്യമില്ല. നീയാകട്ടെ സൃഷ്ടികളിൽ വളരെ ചെറിയൊരു സൃഷ്ടി മാത്രമാണ്, വലുപ്പത്തിലും പല കഴിവുകേടുകൾ. ഇത് അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്നുകൊണ്ട് ഇത്രയും അനുഗ്രഹം അവർക്ക് കൊടുത്തു, അള്ളാഹുവിനെ അവർ ധിക്കരിച്ചു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാകുന്നില്ല. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, അവരോട് തന്നെയാണ് അതിക്രമം കാണിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ അതിക്രമം കൊണ്ട് അതിൻ്റെ ഉപദ്രവം ഏൽക്കാൻ പോകുന്നത് ആർക്കാണ്? അവർക്ക് മാത്രമാണ്. അവർ തിന്മ ചെയ്തതുകൊണ്ട് അതിൻ്റെ ഉപദ്രവം ആരെയാണ് ബാധിക്കാൻ പോകുന്നത്? അവർക്ക് തന്നെയാണ്. അവരുടെ പരലോകത്തിനാണത് പ്രയാസമുണ്ടാക്കുക. കാരണം നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നീ നിൻ്റെ സ്വന്തം നഫ്സിനെ എവിടേക്കാണ് എത്തിച്ചത്? നരകത്തിലേക്കാണ് എത്തിച്ചത്. നീ നിന്നെ തന്നെയാണ് ഉപദ്രവിക്കുന്നത് ഈ തെറ്റ് ചെയ്യുന്നത് കൊണ്ട്. അള്ളാഹുവിന് അതൊരു ഉപദ്രവം ഉണ്ടാകുന്നത്. നീ തെറ്റ് ചെയ്താൽ ആ തെറ്റ്, ആ തിന്മ, അതിൻ്റെ ഉപദ്രവം നിന്നെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. അതാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ ലഅന്ന ആഖിബത അദ്ദുൽമി ആയിദത്തുൻ അലൈഹിം, കാരണം അവരുടെ അതിക്രമത്തിൻ്റെ പര്യവസാനം അവരിലേക്ക് തന്നെ മടങ്ങാനിരിക്കുന്നതാണ്. ഈ ആയത്തിന് സമാനമായ ആയത്ത് സൂറത്തു അറാഫിൽ 160-ാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് കാണാം. ഏതാണ്ട് ഇതേ ആയത്തന്നെ. വദല്ലൽന അലൈഹിമുൽ ഗമാമ വഅൻസൽന അലൈഹിമുൽ മന്ന വസ്സൽവ കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും വമാ ളലമൂന വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. സൂറത്തു അറാഫിൽ കാണാം നിങ്ങൾക്ക് 160-ാമത്തെ ആയത്തിൽ. ഈ ആയത്തിൽ നിന്ന് പഠിക്കാവുന്ന ചില പാഠങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ അതിലൊരു പാഠമാണ്, മറ്റൊരു പാഠമുള്ളത് ഷെയ്ഖ് സുഖൈർ അദ്ദേഹം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, തണൽ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ പെട്ടൊരു നിഅമത്താണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. തണൽ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. തണൽ വലിയൊരു അനുഗ്രഹമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൂടുതലും. നിങ്ങൾ നോക്കൂ, പഴയ കാലത്ത് ഒരു ചെറിയ മേൽക്കൂര ആണ് ഉണ്ടായിരിക്കുക മനുഷ്യർക്ക്, അതിലേക്ക് പലപ്പോഴും ചൂട് കയറി വരും. പക്ഷെ ഇന്ന് നമ്മൾ തണൽ മാത്രമല്ല, നമുക്ക് തണലുണ്ട്, അതിനോടൊപ്പം AC ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇത് വലിയൊരു നിഅമത്താണ്. ഖുർആനിൽ അള്ളാഹു തണൽ നിഅമത്തായി എടുത്തു പറഞ്ഞിട്ടുണ്ട്.
സൂറത്തു അന്നഹ്ലിൽ സൂറത്തു നഹ്ൽ ഏത് സൂറത്താണ്? നിഅമത്ത് പറയുന്ന സൂറത്താണ്. ആ സൂറത്തിൽ 81-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ദിലാലൻ. അള്ളാഹു നിങ്ങൾക്ക് അവൻ പടച്ചതിൽ തണൽ നിശ്ചയിച്ചിരിക്കുന്നു. തണലുണ്ട്. തണൽ വലിയ അനുഗ്രഹമാണ്. നിങ്ങളത് ശരിക്കും വെയിലത്ത് നടക്കുമ്പോഴാണ് മനസ്സിലാവും. മനുഷ്യന് തണൽ ലഭിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കരിക്കാൻ ഇറങ്ങിയിട്ട് നല്ല വെയിലത്ത് നടന്നു പോയിട്ട് തണലിലേക്ക് കയറുമ്പോൾ അവസ്ഥ തന്നെയാണ്. മനുഷ്യൻ തണൽ എത്ര വലിയ നിഅമത്ത്. അള്ളാഹു അവൻ നൽകുന്ന നിഅമത്തുകൾ എത്രയാണ് നമുക്ക് അറിയാതെ പോകുന്നത്. നമ്മൾ അനുഗ്രഹത്തിന് നന്ദി പറയുന്നത് ആകെ കുറച്ച് നമുക്ക് അറിയുള്ളൂ. അറിയുന്നതിന് നമ്മൾ നന്ദി പറയുന്നില്ല. അറിയാത്തത് എത്ര പോലുമുണ്ട്, എത്ര അറിവുകളുണ്ട്. ഈ അടുത്ത് ഒരു രക്ഷിതാവ് സംസാരിക്കുന്നത് കേട്ടു. അയാൾക്ക് എന്തോ ഒരു അസുഖം ബാധിച്ചിട്ട് അയാളെ ആശുപത്രിയിൽ കാണിക്കാൻ കൊണ്ടുപോയി. അയാളെ ആശുപത്രിയിൽ കാണിച്ച് ചികിത്സിച്ചപ്പോൾ ചികിത്സയിൽ എന്തോ പിഴവ് സംഭവിച്ചുള്ള കുടലിലോ മറ്റോ കരളിനോ എന്തോ കാര്യങ്ങൾ ഡോക്ടർ ചെയ്തതിൽ അബദ്ധമുണ്ടായി. എന്നിട്ട് അയാൾ പറയണം, അയാൾക്ക് ഉമിനീര് ഇറക്കാൻ പാടില്ല. ഇത് പിന്നെ ശരിയാവുന്നത് വരെ ഉമിനീര് ഇറക്കാൻ പാടില്ല. ഉമിനീര് ഇറക്കാൻ കാരണം ശരീരത്തിൽ എന്തോ ഒരു കാര്യത്തിൽ മാറ്റം വരുത്തിപ്പോയി. ചികിത്സയിലെ പിഴവോട് സംഭവിച്ചു. അയാൾ പറയാം, ഞാൻ പിന്നെ ഉമിനീര് തുപ്പിക്കൊണ്ടിരിക്കണം. ഉറങ്ങുന്ന സമയത്ത് ഇറങ്ങിപ്പോയാലോ? ഉറങ്ങാൻ പാടില്ല, തുപ്പണം, ഉറങ്ങാൻ പറ്റില്ല. അയാൾ പറഞ്ഞ് 1-2 മാസം അയാൾ അവസാനം ഇത് തുപ്പിക്കൊണ്ടേ ഇരുന്നിട്ട് അയാൾ പറയണം, എൻ്റെ നാവ് അവസാനം പൊട്ടിപ്പോയി. ഇത് നാവ് വരണ്ടിട്ട് ഒരു ഉമിനീര് ഇറക്കുന്നത് എത്ര നിഅമത്തിന് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ ചിന്തിക്കണം, ഉമിനീര് ഇറക്കാൻ പറ്റുന്നത് ഒരു നിഅമത്താണ്. പക്ഷെ ഇങ്ങനെ എത്ര അദ്ദേഹം പറയാം, ഞാൻ അന്ന് ഐസിയുവിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട്. ഇയാളുടെ അതേ സമാനമായ അവസ്ഥയിലാണ്. അപ്പോൾ ഈ കുട്ടിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുട്ടി അതിൻ്റെ നമ്മുടെ ശരീരത്തിൽ ഈ ഹൃദയം ചലിക്കണമെങ്കിൽ അതിനാവശ്യമുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, പേസ് മേക്കറൊക്കെ വെക്കുന്ന ആൾക്കാർ അതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ കുട്ടി ഇതിൻ്റെ എന്തോ പ്രശ്നമുണ്ട്. ഈ കുട്ടി ഉറങ്ങാൻ പാടില്ല, കുട്ടി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം. ഇദ്ദേഹം പറയും, ഞാൻ അടുത്തിരിക്കുമ്പോൾ ഈ വാപ്പ കുട്ടിയെ ഉറങ്ങാൻ വിടുന്നില്ല തീരെ. കുട്ടിയാകട്ടെ ക്ഷീണിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി വാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് ആവശ്യപ്പെടുമ്പോൾ കുട്ടീനെ നടത്തിക്കുകയാണ്. അപ്പോൾ ആദ്യം ആൾ പറഞ്ഞു, എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്തുകൊണ്ട് ഇയാൾ ഉറക്കാത്തതെന്ന്. പിന്നാണ് എനിക്ക് മനസ്സിലായത്. നോക്കിയപ്പോൾ ഈ കുട്ടി ചലിച്ചുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ നീക്കം നീങ്ങിയാൽ ഒരു പേസ് മേക്കർ വെക്കുന്നത് വരെ കുട്ടീൻ്റെ അവസ്ഥ ഇതാണ്. കുട്ടി ഓടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കണം. കുട്ടി ഭക്ഷണം കഴിക്കാൻ വരെ എന്ത് ചെയ്യാൻ പാടില്ല, വല്ലാതെ കുറച്ച് നേരം ഇരിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നൊക്കെ നടത്തിയിട്ടാണ്. നോക്ക്, നമ്മളെ ഹൃദയം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇതൊക്കെ ആവശ്യമുണ്ട്. ഇതെങ്ങനെ നിന്ന് പോയിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി ഇതാകും. മനുഷ്യർ ഇതൊക്കെ വരാനൊരു നിമിഷം മതി. ഇപ്പോൾ നിന്ന് അല്ലാഹു കാക്കട്ടെ, പ്രയാസകരമായ അസുഖം, സുബ്ഹാനല്ലാഹ്. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ ആ രക്ഷിതാവ് സംസാരിച്ചപ്പോൾ അയാളുടെ വിഷമം എന്തായിരിക്കും? ആ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റില്ല, കുട്ടിയെ ഉറക്കാൻ വിടാൻ പറ്റാത്ത വാപ്പയുടെ വിഷമം എന്തായിരിക്കും? സ്വന്തം മക്കൾക്ക് അസുഖം വന്നേ നമുക്ക് വന്നില്ല എന്നതിനോടൊപ്പം നമ്മുടെ മക്കൾക്കില്ല, നമ്മുടെ കുടുംബത്തിലില്ല എന്നുള്ളത് അള്ളാഹു ചെയ്യുന്ന എത്ര നിഅമത്തുകൾ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത, ഒരിക്കൽ പോലും ആലോചിക്കാത്ത എത്ര അനുഗ്രഹങ്ങളിലാണ് ശരീരമുള്ളത്, ആഫിയത്തുള്ളത്, ആരോഗ്യമുള്ളത്. ഇതിനൊക്കെ നമ്മൾ നന്ദി പറയും. ഇവിടെ അള്ളാഹു എടുത്തു പറഞ്ഞത് നിഴലിൻ്റെ കാര്യമാണ്, തണൽ കൊടുത്തു എന്നുള്ളതാണ്. എത്ര സുഖകരമായ വീടുകളിലാണ് താമസിക്കുന്നത്. എന്നിട്ടും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഇതിന് വലുതില്ല എന്നുള്ളതാണ്. അതിൽ നമ്മൾ പരാതിയിലാണ്, നമ്മൾ അതിൽ സങ്കടത്തിലും അതേപോലെ തന്നെ എന്താ പറയുക ദുഃഖത്തിലും. ചിലപ്പോഴെങ്കിലും ആളുകളുടെ സംസാരം എന്താ, എൻ്റെ ജീവിതം എന്തെങ്ങനെ, എനിക്കൊരനുഗ്രഹമില്ല, ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് സുഖത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ തണൽ, അത് ഒരു തണൽ നൽകി എന്നുള്ളത് എത്ര വലിയ അനുഗ്രഹമാണ്. തണലില്ലാതെയായാലാണ് തിരിച്ചറിയാം. അതേപോലെ തണുപ്പ്, എത്ര അനുഗ്രഹങ്ങളിലാണ് മനുഷ്യർ ജീവിക്കുന്നത്, എന്തെല്ലാം വലിയ വലിയ അനുഗ്രഹങ്ങളിലാണ്. പക്ഷെ നമ്മളിത് തിരിച്ചറിയുന്ന നിഅമത്ത് തന്നെ ആകെ കുറച്ചേ ഉള്ളൂ. അതിന് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നില്ല. എത്രയാണ് റബ്ബ് പുറത്തു തരുന്നത്. ഈ അനുഗ്രഹങ്ങൾ, ശരീരത്തിലെ ഏതെങ്കിലും ഒരു അനുഗ്രഹം എടുത്തിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു അനുഗ്രഹം നമ്മൾ എടുത്തിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന് പകരമായി ശുക്ർ ചെയ്താൽ പോലും നമ്മുടെ ശുക്ർ ഒരിക്കലും എവിടെ എത്തുന്നില്ല അള്ളാഹു ചെയ്ത നിഅമത്തുകളുടെ മുന്നിൽ. ഇത് ഈ ആയത്തിലെ പാഠങ്ങളിലൊന്നാണ്. തണൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു
അനുഗ്രഹമാണ് എന്നത് ഈ ആയത്തിലെ പാഠങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, ഈ മന്ന് എന്നത് ധാരാളം പിന്നെ മധുരം ഉള്ളതാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ അവരുടെ ആരോഗ്യത്തിന് ആവശ്യമായ പലതും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതേപോലെ തന്നെ ഈ കൂണിൻ്റെ ഉപകാരത്തെക്കുറിച്ചൊരു പറയുന്ന സമയത്തൊക്കെ അത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു അവർക്ക് അള്ളാഹു നൽകിയത് പക്ഷിയുടെ മാംസമാണ്. അദ്ദേഹം പറഞ്ഞു ഇറച്ചിയിൽ ഏറ്റവും അഫ്ളലായത് പക്ഷികളുടെ മാംസമാണ്, കാരണം അതാണ് സ്വർഗ്ഗക്കാർക്ക് നൽകുന്ന മാംസം. അദ്ദേഹം പറഞ്ഞു മാംസത്തിൽ ഏറ്റവും നല്ലത് പക്ഷി മാംസമാണ്, പക്ഷികളുടെ മാംസമാണ് എന്നതിന് അദ്ദേഹം ഈ ആയത്തും അതുപോലെ തന്നെ സ്വർഗത്തിൽ വാക്കയാൽ എന്താ പറഞ്ഞത്, വലഹ്മി തൈരിൻ മിമ്മ യഷ്തഹൂൻ, വലഹ്മി തൈരിൻ മിമ്മ യഷ്തഹൂൻ, അവർക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള പക്ഷിയുടെ മാംസവും അവർക്കുണ്ട്. സ്വർഗ്ഗക്കാരുടെ ഭക്ഷണം പക്ഷികളുടെ മാംസമാണ് എന്നതിന് ഹദീസ് തെളിവാണ്, ഈ ആയത്ത് തെളിവ്. മാത്രമല്ല അതിൽ വേറെ തെളിവുകൾ തന്നെ, ഏറ്റവും നല്ല മാംസം ഉപകാരപ്രദമായതും അതോടൊപ്പം രുചികരമായതുമായ മാംസമാണ് പക്ഷികളുടെ മാംസം എന്നതിന് ഹദീസ് തെളിവാണ്, ഈ ആയത്ത് തെളിവാണ്. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാരണം പറഞ്ഞത് അല്ലാഹു അലം, അദ്ദേഹം പറഞ്ഞു കാടമാംസം, അദ്ദേഹം പറഞ്ഞു കാടമാംസമല്ല, കാട പോലത്തെ അവർക്ക് നൽകപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു അതിന് ഹൃദയം ലോലമാക്കാനുള്ള കഴിവുണ്ട്. അദ്ദേഹം തിബ്ബുൻ നബവിയിൽ പറഞ്ഞതാണ് ഈ മാംസത്തിന് ഹൃദയം ലോലമാക്കാനുള്ള, അവരുടെ സ്വഭാവത്തിന് അനുയോജ്യമായ മാംസമാണ് ഇറക്കി കൊടുത്തത്. ഹൃദയം ലോലമാക്കാൻ, ഹൃദയം മയപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്ന് അദ്ദേഹം തിബ്ബുൻ നബവിയിൽ കൊടുത്തതാണ്. അല്ലാഹു ആലം അതിൻ്റെ എത്രമാത്രം അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഓരോരുത്തർ തജ്രിബക്ക് അനുസരിച്ച് പറയുന്നിരിക്കും. അല്ലാഹു ആലം, എനിക്ക് അതിൻ്റെ തെളിവ് വേറെ ഒന്നും കേട്ടിട്ടില്ല. മറ്റൊരു കാര്യം, ഒരു ഫായിദ എന്ന നിലക്ക് പറയാനുള്ളത്, ഷെയ്ഖ് സൊഖൈർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ഫകുലു എന്നോട് പറഞ്ഞു, ഭക്ഷിക്കാൻ പറഞ്ഞു. ഭക്ഷണം അദ്ദേഹം പറഞ്ഞു ഭക്ഷണം അസലിൽ കഴിക്കുന്ന അനുവദനയാണ്, മുബാഹാൻ. ഈ മുബാഹിനൊരു സ്വഭാവമുണ്ട്. ഏത് കാര്യം മുബാഹാണെങ്കിൽ അതിന് 5 വിധിവിലക്കുകളും പൊതുവെ ബാധകമാവും. ഇത് 5 സാഹചര്യം, ഏതൊക്കെ 5 അഹ്കാമുകൾ നമ്മൾ പഠിച്ചില്ലേ ഫിഖ്ഹിൽ? ഏതൊക്കെ? വാജിബ്, ഹറാമ്, സുന്നത്ത്, മക്റൂഹ്, മുബാഹ്. അദ്ദേഹം പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നത് അടിസ്ഥാനപരമായ അനുവദനീയമാണ്, പക്ഷേ അതിന് ഈ പറഞ്ഞ 5 വിധിവിലക്കുകളും വരാനുള്ള സാധ്യതകളുണ്ട്. എപ്പോഴാണ് വാജിബാവാം? മരിക്കുന്നു പേടിച്ചാൽ, ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നു വിചാരിച്ചാൽ ഭക്ഷണം കഴിക്കൽ വാജിബാകും, കാരണം സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നിർബന്ധമായിരിക്കും. എപ്പോഴും ഹറാമാവാം. അദ്ദേഹം പറഞ്ഞു 3-4 സാധ്യതയുണ്ട്. ഹറാമാവണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ കഴിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ കഴിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ടായിരിക്കും. കഴിക്കുന്ന ഭക്ഷണം ഹറാമായ പന്നിമാംസം, ഉദാഹരണത്തിന് പന്നിമാംസം കഴിച്ചാൽ അത് ഹറാമാണ്. കഴിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ സമ്പാദ്യം, ഹറാമായ സമ്പാദ്യത്തിന് കഴിച്ച ഭക്ഷണമാണെങ്കിൽ കഴിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയും കഴിക്കുന്ന വ്യക്തിയുടെ സാഹചര്യവും, അവസ്ഥയെ പിന്നെ പറയാം. സാഹചര്യം ഉദാഹരണത്തിന് റമദാനിൽ കഴിച്ചാൽ, റമദാനിൽ പകലിൽ ഭക്ഷണം കഴിച്ചാൽ, ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിലും റമദാൻ്റെ പകലിലായതുകൊണ്ട് ഹറാമാണ്. പക്ഷേ പറഞ്ഞേ വാജിബായി, ഹറാമായി. ശരി, 3 സുന്നത്താവുക. എപ്പോഴാണ്? അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പം അത്താഴം കഴിക്കൽ. അത്താഴം കഴിക്കൽ വിശ്വാസം പറഞ്ഞു സുന്നത്താണ്. അത്താഴം കഴിക്കൽ സുന്നത്തായി. ഇനി ഏതാണ്? മക്റൂഹ് ഏതാ? മക്റൂഹ് അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഭക്ഷണമായിട്ട് നേർക്കാർ പറയുകയാണെങ്കിൽ മക്റൂഹ് ചിലർ പറഞ്ഞു വയറ് നിറച്ച് കഴിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി അങ്ങനെ കഴിക്കാന്നുള്ളത്. തിന്നിട്ട് ഇനി എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സ്ഥിതിയിൽ കഴിക്കൽ മക്റൂഹാണ്. ചിലർ പറഞ്ഞു ഹറാമാണ്. അദ്ദേഹം പറഞ്ഞു ഹറാമാണ്. തിന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഭക്ഷണം വയറ് നിറക്കുക എന്നുള്ളത് ഹറാമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ
വീക്ഷണം. അല്ലാഹു അഅലം, അത് ശരിയാവാൻ നല്ല സാധ്യതയുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അധികരിച്ച് ഭക്ഷണം കഴിച്ച ആളുകൾ ആക്ഷേപിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു അൽ മുസ്ലിമു യഅകുലു, ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അൽ മുസ്ലിമു യഅകുലു ഫി മിഅൻ വാഹിദ്, ഒരു മുസ്ലിം ഒരു വയറിലേ കഴിക്കുള്ളൂ. കാഫിറു യഅകുലു ഫി സബ്അത്തി അമാ, 7 വയറിനുള്ള ഭക്ഷണം കാഫിർ കഴിച്ചു തീർക്കും. അങ്ങനെ അവരുടെ സ്വഭാവത്തിൽപ്പെട്ട ഇങ്ങനെ ഭക്ഷണം കഴിക്കാനല്ല, ഭക്ഷണം കുറച്ച് കഴിക്കുക. ഹദീസിൽ കാണാം തആമുൽ ഇസ്നൈനി കാഫി സലാസ വ തആമു സലാസ കാഫിൽ അർബഅ, 2 പേർക്കുള്ള ഭക്ഷണം 3 പേർക്ക് മതിയാകുന്നതാണ്, 3 പേർക്കുള്ള ഭക്ഷണം 4 പേർക്ക് മതിയാകുന്നതാണ്. എന്നാൽ ഒന്ന് കുറച്ചാൽ ഒരാളും കൂടി അതിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ 2 ആൾക്കുള്ളത് 3 4 ആൾക്കാർക്ക് തികയും, കാരണം അത്രയും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഭക്ഷണം മുബാഹാവുന്നതോ സാധാരണ ഭക്ഷണം, ഞാൻ ആവശ്യമുള്ളപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നു, വരുത്തിയത് മുബാഹാണ്. 5 വിധിവിലക്കുകളും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വരുന്നതാണ്. വഹാദ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം ബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം.